பணியிடத்திலே இருந்து கொண்டு வாங்கப்பட்டவாறு സായന്തന സൂര്യൻ സാഗരത്തിൽ അസ്തമിച്ചാൽ സർവാഭരണ വിഭൂഷിതയായ ദേവിക്ക് മുന്നിൽ സർവവും മറന്ന് സർഗസഭരി എന്ന പോൽ സംഗീതത്തിൻ്റെയും സംസാരത്തിൻ്റെയും അകമ്പടിയിൽ നൃത്തമാണ്. നിഴലുകളുടെ നൃത്തം. ഭൂലോകത്തിലെ മനുഷ്യകുലത്തോളം പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടാവുന്നൊരു കലയാണ് നിഴൽപ്പാവക്കൂത്ത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ നിഴൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ചരിത്രപരമായി പാവക്കൂത്തിൻ്റെ കൃത്യമായ കണക്കൊന്നും സൂക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും 4 നൂറ്റാണ്ടിൻ്റെ പഴക്കവും പാരമ്പര്യവും കണക്കാക്കപ്പെടുന്നു. നാടു നീങ്ങിയ രാജാവും നാമാവശേഷമായ നാട്ടുരാജ്യങ്ങളെങ്കിലും പാട്ടും പറച്ചിലുമായി ഇന്നും തുടർന്നു പോരുന്നുണ്ടൊരു നാട്ടാചാരം. ആചാരാനുഷ്ഠാനങ്ങളിലാണ് നിഴൽപ്പാവക്കൂത്തിൻ്റെ ആണിവേരെങ്കിലും ആയിരങ്ങളെ രസിപ്പിക്കാനും ത്രസിപ്പിക്കാനും ഈ കലാരൂപത്തിനാവുന്നത് അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചിത്രത്തിൻ്റെയും നിറങ്ങളുടെയും ശില്പത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സന്നിവേശം നിഴലുകളിലെത്തുന്നു എന്നതുകൊണ്ടുകൂടിയാകണം. പാവക്കൂത്തിനു പിന്നിലെ ഐതിഹ്യം എന്തുതന്നെയായാലും നിഴൽപ്പാവക്കൂത്ത് ചരിത്രത്തിൽ അടയാളപ്പെട്ട ഒന്നാണ്. ജനകീയ കലയായ സിനിമയുടെ പ്രാക്രൂപമാണ് തോൽപ്പാവക്കൂത്ത്. പണ്ട് അത്രയ്ക്കും ജനകീയമായ ഒന്ന്. അനുഷ്ഠാന കലകൾ ആചാര നിബന്ധനകൾക്കനുസരിച്ച് തുടർന്നു പോരണമെന്ന അബദ്ധജഡിലമായ ചിന്തകളുടെ അടിവേരറുത്തുകൊണ്ടാണ് ഇന്നും തോൽപ്പാവക്കൂത്ത് നിലനിൽക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത കൃഷ്ണൻകുട്ടി പുലവർ മരണമടഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും ഇന്നും ഈ കല നിലനിർത്താൻ അഹോരാത്രം പ്രയത്നത്തിലാണ്. നമസ്തേ. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു കലാരൂപമാണ് നിഴൽപ്പാവക്കൂത്ത് അഥവാ തോൽപ്പാവക്കൂത്ത്. കേരളത്തിൻ്റെ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിലാണ് കൂടുതലായും ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ചോ അതിൻ്റെ പഴമയെക്കുറിച്ചോ ഇതുവരെ ആർക്കും തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അത്രയും പഴക്കമുണ്ട് ഈ കലയ്ക്ക്. അതായത് ആദ്യം ഒരു ചൈതന്യമുണ്ടായി, പ്രകൃതി ഉണ്ടായി, സൂര്യനുണ്ടായി. ആ സൂര്യ വെളിച്ചത്തിലൂടെ ആദ്യ മനുഷ്യൻ അവൻ്റെ അവയവങ്ങളായിട്ടുള്ള കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ചലനം സൃഷ്ടിച്ചു. ആ ചലനങ്ങളുടെ ആദ്യ രൂപം നിഴൽ നാടകങ്ങളായി രൂപാന്തരപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് നിഴലും നൃത്തവും ചേർന്ന ആദ്യത്തെ കലാരൂപം അതാണ് നിഴൽപ്പാവക്കൂത്ത് അഥവാ തോൽപ്പാവക്കൂത്ത്. സ്ത്രീകൾക്ക് ഒരർത്ഥത്തിലും ഇടപെടാൻ സാധ്യമല്ല താണാധിപത്യ കലയായിരുന്ന തോൽപ്പാവക്കൂത്തിലേക്ക് തൻ്റെ മകളും ഭാര്യയും കുറേ ശിഷ്യസമ്പത്തുമായി വിപ്ലവം തീർത്തിട്ടുണ്ട് ശ്രീ രാമചന്ദ്ര പുലവർ. കൂത്തമ്പലത്തിലേക്ക് പുലവർക്കും സംഘത്തിനും മാത്രം കയറാൻ സാധ്യമായിടത്തു നിന്നും പുതിയ കാലത്തിൻ്റെ ദൗത്യമെന്നോണം പെൺപാട്ടും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളീ കാണുന്നതൊന്നും നിഴലുകളല്ല. നിഴൽക്കൂത്തുകൊണ്ട് നാടുനീളെ നടക്കുന്ന പുലവരുടെ ജീവിതമാണ്. ജീവൻ്റെ നിഴലും ജീവിതത്തിൻ്റെ അഴലും വേർതിരിച്ചെടുക്കാനാവാത്ത കലാസഭരിയുടെ ജൈത്രയാത്രയാണത്. പാട്ടും പറച്ചിലുമായി കുത്തുമാടം കൊട്ടിക്കയറുന്ന പാരമ്പര്യത്തിൻ്റെ നേരവകാശികളാണവർ. നേരം വെളുക്കുവോളം നേരുപാട്ടുമായി തട്ടകത്തെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നവരാണവർ. വലിച്ചുകെട്ടിയ വെള്ളക്കുറയ്ക്കു പിന്നിൽ ഉള്ളു തുറന്ന് പാട്ടുകാരാണവർ. ഇരുട്ടിൽ ചിരട്ടയും ചിരാതും കത്തിച്ച് തങ്ങളെ ഒളിപ്പിച്ച് തഞ്ചമൊപ്പിച്ച് പാവകളെ കളിപ്പിക്കുന്നവരാണവർ. സത്യത്തിൽ പറഞ്ഞാൽ തീരാത്ത ഒരനുഭവമാണവർ. അതെ, അനുഭവക്കടലിൻ്റെ ആഴവും പരപ്പും എറിഞ്ഞ്
അംഗീകാരത്തിൻ്റെ കൊടുമുടി കയറിയ കലാകാരനാണ് ശ്രീ രാമചന്ദ്ര പുലവർ. 1960 മെയ് മാസം 25-ാം തീയതി ഗോമതി അമ്മാളിൻ്റെയും KL കൃഷ്ണൻകുട്ടി പുലവരുടെയും മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പാരമ്പര്യമായി കിട്ടിയ കുലത്തൊഴിൽ അഭ്യസിച്ചു. കുട്ടിയാവുമ്പോഴേ അച്ഛനെ കൂട്ടുപോയി കൂത്തുപാടമേറിയ രാമചന്ദ്രൻ രാവേറെ ഉറക്കമൊഴിച്ചാണ് ഇന്ന് കാണുന്ന രാമചന്ദ്ര പുലവരിലേക്ക് പരകായം ചെയ്തത്. അതെ, അച്ഛൻ കൃഷ്ണൻകുട്ടി പുലവർ ആചാരനിഷ്ഠ ഒരു കൈയിലും അതിൽ ആകൃഷ്ടരാകാത്ത പ്രേക്ഷകന് വേണ്ടി വിശ്വാസത്തിൻ്റെ വിലക്കുകൾക്കപ്പുറത്തേക്ക് വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് ഈ കലാരൂപത്തെ കൊണ്ടു നടന്നത് ഏറെ ആവേശത്തോടെയാണ് രാമചന്ദ്ര പുലവർ ഏറ്റെടുത്തത്. അമ്പലപ്പറമ്പിൽ ആളൊഴിഞ്ഞ മൂലകളിൽ കെട്ടിയിട്ട കുത്തുമാടത്തിൽ നിന്ന് കൃഷ്ണൻകുട്ടി പുലവർ കൊളുത്തിയ വെളിച്ചത്തിൽ രാമചന്ദ്രനും മക്കളും പാവകളെ കൊണ്ട് പറന്നത് വിശ്വവിഹായസിലേക്കായിരുന്നു. 1979 പിതാവിനൊപ്പം റഷ്യയിൽ നടന്ന പാവക്കൂത്ത് ഉത്സവം തൊട്ട് 20-ലധികം വരുന്ന രാജ്യങ്ങളിൽ, ഇന്ത്യക്കകത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഇരുൾപകൽ വ്യത്യാസമില്ലാതെ പാവ കളിച്ചിട്ടുണ്ട് ഈ പുലവർ. വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും നൂലുകൊണ്ട് ബന്ധിച്ച് തോൽപ്പാവക്കൂത്ത് ചൊല്ലി ഒരു നാടിൻ്റെ ആകെ സ്നേഹവും പ്രീതിയും പിടിച്ചു പറ്റുന്നു പുലവർ. അതിനുവേണ്ടി തൻ്റെ പോസ്റ്റ് ഓഫീസ് ജോലി ഉപേക്ഷിക്കുക പോലുമുണ്ടായി. പിതാവിൻ്റെ സ്വപ്നമെന്നോണം ആനുകാലിക സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ സാംസ്കാരികമായ പ്രതികരണങ്ങൾ എന്നിവയ്ക്ക് തോൽപ്പാവക്കൂത്തിൻ്റെ സങ്കേതം ഉപയോഗിച്ച് രംഗത്ത് അവതരിപ്പിക്കുന്ന രീതി കൂടി രാമചന്ദ്ര പുലവരെ വ്യത്യസ്തനാക്കി. തോലും നൂലും കോലും കൂട്ടിക്കെട്ടി കൂടെ കൂട്ടിയ പാവകളെ ഇന്ന് കൂത്തുമാടത്തിലെ ഇരുണ്ട വെട്ടത്തിൽ മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തും കരകൗശല പ്രദർശന വിൽപ്പനശാലകളിൽ കാണാൻ കഴിയുന്നത് ഈ കലാകുടുംബത്തിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിഴൽ നാടകങ്ങൾ ആനുകാലികത്തിൻ്റെ കരുത്തു പകരാൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ അവാർഡ് ജേതാവായ ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ രാജീവ് പുലവർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. കൊല്ലപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗാന്ധിയെ ഇന്നും ഭയക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളോട് കലഹിക്കാൻ രാജീവ് തിരഞ്ഞെടുത്തത് ഗാന്ധിക്കൂത്ത് പൊതുവേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. ായിരുന്നു ഈ പാരമ്പര്യമായി രാമായണം കഥ മാത്രം ചെയ്തു വന്നിരുന്ന തെക്കേ ഇന്ത്യയിൽ കൂടുതലായും ഷേഡോ പപ്പറ്റ് നേൾപ്പാവ കളി സംഘങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ സ്വമേധയാൽ ആ സംഘങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തായിരുന്നു സംഗീത നാടക അക്കാദമി, കേന്ദ്ര സംഗീത നാടക അക്കാദമി പാവകളി എങ്ങനെ നമുക്ക് സജീവമാക്കാം എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ നാടകങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ആസ്പദമായിക്കൊണ്ടൊരു പാവനാടകം ചെയ്തുകൂടാ. മുത്തച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അദ്ദേഹത്തെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഗാന്ധിജിയുടെ കഥ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. 2000-ലാണ് അദ്ദേഹം ഈ പാവലോകത്തെ വിട്ട് യാതൊരു പോയത്. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ തുടർന്ന് ഒരു 6 വർഷത്തോളം ചർച്ച നടക്കുകയും ഒട്ടനവധി കഥാകാരന്മാരെ എല്ലാം കണ്ടുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഗാന്ധി ചരിതം തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കാമെന്നൊരു ചർച്ച നടന്നു. അങ്ങനെയാണ് 2006 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മരണം മുതൽ ആ അവസാന ദിനം മുതൽ ഫ്ലാഷ് ബാക്ക് പോലെ തിരിഞ്ഞൊരു യാത്രയായിരുന്നു ഗാന്ധി ചരിതം. അതായത് സൗത്ത് ആഫ്രിക്ക, പിന്നെ അങ്ങോട്ട് കപ്പോളോ ബന്ദർ, ക്വിറ്റ് ഇന്ത്യ, ജാലിയൻ വാലാബാഗ്, നമ്മുടെ കേരളത്തിലെ കേളപ്പജിയുടെ സമരകാലഘട്ടം, ഇതെല്ലാം ഇന്ത്യ വിഭജനം, വർഗീയ കലാപം, ഗാന്ധി വധം തുടങ്ങിയ ഏകദേശം 15ഓളം എപ്പിസോഡുകൾ ചേർത്തിണക്കിക്കൊണ്ടാണ് ഗാന്ധി ചരിതം തോൽപ്പാവക്കൂത്ത് ഇന്ന് ഏകദേശം ഒരു 120ഓളം വേദികളിൽ ഞങ്ങൾ പാവനാടകത്തിലൂടെ ഗാന്ധി ചരിതം തോൽപ്പാവക്കൂത്തിലൂടെ ഹിന്ദിയിലും മലയാളത്തിലും അവതരിപ്പിക്കാൻ സാധിച്ചത് വളരെയധികം നേട്ടമായിട്ട് കാണുകയാണ്. 6 മാസം പാവക്കൂത്തും അതിനുശേഷം കൃഷിയിടങ്ങളുമായി പുലവരും കുടുംബവും ഇന്ന് ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടാവുന്നിടത്തൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ കലയും പാരമ്പര്യവും സംരക്ഷിച്ചുകൊണ്ട് ഇതാ ഈ
പാവക്കൂത്തുകാർ യാത്ര തുടരുന്നു. ശ്രീരാമചന്ദ്രനും ജയമംഗളം നല്ല